ഖുർആനും ഹദീസും ചരിത്രവും പഠിച്ച് മക്കയിൽ നിന്ന് 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. എന്നിട്ട് അവിടുന്ന് തന്നെ കുട്ടിക്കാലത്ത് തന്നെ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥവും മനഃപ്പാഠമാക്കി. എന്നിട്ട് മദീനയിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി സുബ്ഹാനല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കണം, ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ബുഖാരിയിലെ 1ാമത്തെ ഹദീസ് തന്നെ ആ സുഫിയാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബുഖാരിയിലെ 1ാം ഹദീസ്. ആ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പഠിച്ചു വളർന്നതിന് ശേഷം മദീനത്തെ അന്നത്തെ മുദരിസാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാം രചിച്ച കിതാബാണ് കിതാബുൽ മുവത്ത. ആ കിതാബുൽ മുവത്തയിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഉള്ളത്. ആ ഹദീസ് എന്താണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഔലാമസ്തുമുൻ നിസാ, സ്ത്രീകളെ മുലാമസത്ത് നടത്തിയാൽ നിങ്ങൾ വദുവെടുക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അൽ ജസ്സു ബിൽ യദി മിനൽ മുലാമസ, അതാ സ്ത്രീകളെ തൊട്ടാൽ അതുകൊണ്ട് വദുവെടുക്കണമെന്നാണ് പറഞ്ഞതെന്ന് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ. പെണ്ണുങ്ങളെ തൊട്ടാൽ വദു മുറിയുമെന്ന് പറയുന്ന തഫ്സീർ, ആ തഫ്സീർ പറഞ്ഞത് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അത് സഹീഹായ നിലക്ക് റിപ്പോർട്ടുള്ള കിതാബാണ് കിതാബുൽ മുവത്ത. അതുകൊണ്ട് തന്നെ ഭാര്യമാരെ തൊട്ടിട്ട് വദുവെടുക്കണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞാലും സഹാബത്തിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, ഭാര്യനെ തൊട്ടിട്ട് നീ നിസ്കരിക്കുന്നതിന്റെ നിസ്കാരം ബാത്തിലാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് സഹീഹായ ഹദീസ്. അത് ദഈഫാണെന്ന് തെളിയിക്കാൻ ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. സഹീഹായ ഹദീസാണ്. തൊട്ടാൽ വദു മുറിയുമെന്ന് പറയുന്ന ഹദീസ്. അത് പഠിപ്പിച്ചത് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ആ മുവത്ത എന്ന് പറയുന്ന കിതാബ് അതൊരു വല്ലാത്ത കിതാബാണ് കേട്ടോ. അത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ചതാണ്. ആ മാലിക് ഇമാം അന്നത്തെ മദീനത്തെ മുദരിസാണ്. ആ മുദരിസിന്റെ അടുക്കലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോയ നേതാവാണ്, പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് ഒരു കത്ത് വാങ്ങിയിരുന്നു. മക്കയിലെ ഭരണാധി ഗവർണറോടൊരു കത്ത് വാങ്ങിയിരുന്നു. അത് മദീനയിലെ ഗവർണർക്ക് കൊടുക്കാനാണ്. 2 കത്തുണ്ട്. ഒന്ന് മുദരിസായ മാലിക് ഇമാമിന് കൊടുക്കാനുള്ള കത്താണ്. വേറൊരു കത്ത് അത് അവിടുത്തെ ഗവർണർക്ക് കൊടുക്കാനുള്ള കത്താണ്. 2 കത്ത് റെക്കമെന്റ് കത്തും വാങ്ങിയിട്ടാണ് പോയത് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. 500ഓളം കിലോമീറ്റർ. മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിച്ചോ, 500ഓളം കിലോമീറ്റർ പോയത് പ്ലെയിനിലല്ല, കാറിലല്ല, സൈക്കിളിലല്ല, അന്നത്തെ മൃഗത്തിന്റെ മേലെ യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ പോയത് ഇൽമു പഠിക്കാനാണ്. മഹാനായ മാലിക് ഇമാമിന്റെ ദർസിലെടുത്ത് കിട്ടാൻ വേണ്ടി പോയി. കത്ത് കൊടുത്തു. ആർക്ക്? കത്ത് കൊണ്ട് കൊടുത്തു. ഗവർണറെ കയ്യിൽ കത്ത് കൊണ്ട് കൊടുത്തു. ഗവർണറെ കത്തിങ്ങനെ വായിച്ചു നോക്കുമ്പോ മാലിക് ഇമാമിന്റെ ദർസിൽ ചേർത്ത് കൊടുക്കാനാണ് കത്തിലുള്ള വിവരം. മാലിക് ഇമാമിനും ഒരു കത്തുണ്ട്. ആ കത്തും കൊണ്ട് ഗവർണർ മാലിക് ഇമാമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മാലിക് ഇമാമിന്റെ വാതിലിന് മുട്ടുകയാണ്. വാതിലിന് മുട്ടിയപ്പോൾ ഒരു സ്ത്രീ, ഒരു അടിമ സ്ത്രീ ഇറങ്ങി വരികയാണ്. എന്താ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, ഗവർണറുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്, പണ്ഡിതനുമുണ്ട്, ഒരു കുട്ടിയുമുണ്ട്, ഒരു മുതഅല്ലിമുമുണ്ട്. അതേ ഒന്ന് കാണാൻ വന്നതാണ്. അതേ ആ സമയത്ത് ആ അടിമ സ്ത്രീ പറയുന്നു, എന്താ പറയുന്നത്? മാലിക് ഇമാം സാധാരണ പുറത്തു വന്ന് അതേ സന്ദർശകരെ സ്വീകരിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് വന്നാ കാണാം. അല്ലാതെ മൂപ്പർക്ക് വേറെയും പണിയുണ്ട്. എപ്പോഴും സന്ദർശകരെ സ്വീകരിച്ചാൽ മതിയോ? വേറെയും പണിയുണ്ട്. അവിടെ സന്ദർശകരെ സ്വീകരിക്കുന്ന സമയത്ത് വന്നാൽ കാണാം. അത് മാലിക് ഇമാമിന്റെ കിബറല്ല, സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ്. സമയം തിരക്കുള്ളവർക്ക് അങ്ങനെ കഴിയൂ. അപ്പൊ കണ്ടില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നതിന് അർത്ഥമില്ല. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ മറുപടി കിട്ടിയപ്പോ അതേ ഗവർണർ പറയാണ്, ഇതൊരു മുതഅല്ലിമിനെ ദർസിൽ ചേർത്ത് കൊടുക്കാനുള്ള റെക്കമെന്റ് കത്തും കൂടിയുണ്ട്. മക്കത്തെ ഗവർണറുടെ ഒരു കത്തും കൂടിയുണ്ട്. ഒന്നിപ്പ കണ്ടാ നന്നായിരുന്നു. അത് പറഞ്ഞപ്പോൾ അടിമ സ്ത്രീ ഉള്ളിലേക്ക് പോയി. പിന്നെയും തിരിച്ചു വന്നൊരു കസേര കൊണ്ടുവന്നവിടെ വെച്ചു. ശേഷം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നല്ല ഡ്രസ്സ് ധരിച്ചു,
നീളക്കുപ്പായം ധരിച്ച് തലേ കെട്ടണിഞ്ഞ് നല്ല ഡ്രസ്സോടുകൂടെ തന്നെ വന്നു കസേരയിലിരുന്നിട്ട് കത്ത് വാങ്ങി വായിക്കുമ്പോ ശാഫി ഇമാം റളിയല്ലാഹുവിന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള കത്താണ്. ശാഫി ഇമാമിന്റെ വിവരം ചെറിയ കുട്ടിയാണെങ്കിലും അപാര ബുദ്ധിയും പാണ്ഡിത്യവുമെന്ന് പറയുന്ന കത്താണ്. ആ കത്ത് വായിച്ചപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ലബു ബിൽ വസായിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങൾ കുറഞ്ഞു പോയല്ലോ അല്ലാഹ്. റെക്കമെൻഡ് ചെയ്തിട്ട് ദർസിൽ കുട്ടികളെ ചേർക്കുന്ന കാലം വന്നല്ലോ അല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞൊരു തസ്ബീഹും ചൊല്ലി മോനെ നാളെ മുതൽ എന്റെ ദർസിൽ വന്നിട്ട് കിതാബുൽ മുവത്ത എന്ന് പറയുന്ന എന്റെ ഹദീസിന്റെ കിതാബ് ഓദിക്ക മോനെ. അപ്പൊ ശാഫി ഇമാമിന്റെ മറുപടി, ഉസ്താദേ അത് മനപ്പാടാക്കിയിട്ടാ ഞാൻ വന്നത്. അത് മനപ്പാടമാക്കിയിട്ടാണ് മക്കയിൽ ഇങ്ങോട്ട് വന്നത്. ഖുർആൻ മുഴുവനും മനപ്പാടാക്കിയിട്ടുണ്ട്, അതിന്റെ കൂടെ ഈ കിതാബും മനപ്പാടാക്കിയിട്ടുണ്ട്. സാധാരണ ബുദ്ധിയല്ല, സാധാരണ വിവരമല്ല ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ വിവരം. അപ്പോഴാണ് സുഹൃത്തുക്കളെ മാലിക് ഇമാം പറഞ്ഞു, എന്നാലും അതൊന്നും കൂടി ഓദിക്കോ. സുബ്ഹാനല്ലാഹ്, മീസാനും അജിനാസും അൽഫിയൊക്കെ ഒന്നുകൂടി ഓതണമെന്ന് തന്നെ ആ മുത്തഅല്ലിമിക്ക് വലിയ മടിയാണ്. ശാഫി ഇമാമിന് ഒരു മടിയുമില്ല. നീ എത്ര ആവർത്തിച്ചോതിയാലും ഉസ്താദുമാരും ഓതും അതിന് ബറക്കത്തുണ്ട്, നൂറുണ്ട്, പ്രകാശമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കിട്ടുമെന്ന വിശ്വാസം ശാഫി ഇമാം റളിയല്ലാഹുവിനുണ്ട്. ശാഫി ഇമാം റെഡിയാണ്, ഉസ്താദ് പറഞ്ഞാൽ റെഡിയാണ്. ഉസ്താദിന്റെ ദർസിൽ വന്നിരുന്ന് കേട്ടപ്പോ ശാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു, ഓരോ ദിവസവും ദർസ് കേൾക്കുമ്പോ ഞാൻ മനപ്പാഠം പഠിച്ച കിതാബാണെങ്കിലും എത്രയോ എനിക്ക് കൂടുതൽ കൂടുതൽ ഉസ്താദിന്റെ ദർസിൽ വെച്ച് ലഭിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ആ മാലിക് ഇമാമിന്റെ കൂടെ മദീനത്ത് വളർന്ന ആളാണ് ഇമാം ശാഫി. മക്കയിലും മദീനയിലും വളർന്നു. പിന്നെ ഇറാഖിൽ പോയിട്ടുണ്ട്, ഈജിപ്തിൽ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ചുറ്റിക്കറങ്ങി ഇൽമു പഠിച്ചിട്ടുണ്ട്. ആ മഹാനായ ശാഫി ഇമാമിന്റെ വിവരമുണ്ടോ നമുക്ക് പറഞ്ഞാൽ, അവിടുത്തെ ബഹുമാനമുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അവിടുത്തെ ബഹുമാനം പറയാൻ വേണ്ടി തന്നെ ബൈഹഖി ഇമാം വലിയ കിതാബ് എഴുതിയില്ലേ? ശാഫി ഇമാമിന്റെ ബഹുമാനം പറയാൻ വേണ്ടി തന്നെ റാസി ഇമാം കിതാബ് എഴുതിയില്ലേ? അങ്ങനെ എത്രയോ ഇമാമിങ്ങൾ ശാഫി ഇമാമിന്റെ ബഹുമാനം പറയാൻ വേണ്ടി തന്നെ എത്രയോ കിതാബ് എഴുതിയില്ലേ? അല്ലാഹുവേ, ആ ശാഫി ഇമാം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. ആ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എത്രയെത്ര കറാമത്തുകൾ കണ്ട മഹാനാണ് സുഹൃത്തുക്കളെ. ആ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ് ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. റസൂലുള്ള നേരത്തെ തന്നെ ശാഫി ഇമാമിലേക്ക് ചൂണ്ടുന്ന ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആലിമു ഖുറൈശ് യംലൗ തിബാഖൽ അർളി ഇൽമാ. ഭൂമിയുടെ മുഴുവൻ തട്ടുകളും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ ഖുറൈശി തറവാട്ടിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശാഫി ഇമാമിനെ പോലത്തെ ഒരു പണ്ഡിതൻ ഖുറൈശി തറവാട്ടിൽ വേറെ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മുൻകൂട്ടി പറഞ്ഞ പണ്ഡിതൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നത് പേരോടല്ല, അതേ മർഹൂം ഇ.കെ. ഉസ്താദല്ല, ബഹുമാനപ്പെട്ട താജുൽ ഉലമയോ ഖബറുൽ ഉലമയോ അല്ല. ബുഖാരി ഇമാമിന്റെ ഉസ്താദ് 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. സുഹൃത്തുക്കളെ, ശാഫി ഇമാം റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറയപ്പെട്ട ഇമാമാണ്. അങ്ങനത്തെ ശാഫി ഇമാം പറയുന്നു, ഉമ്മമാരെ എന്താ പറയുന്നത്? വഖദ് കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉൻ മിൻ ബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഭാര്യമാര്, പെൺകുട്ടികൾ തുടങ്ങി ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരൊറ്റ ഭാര്യയോ ഒരു പെൺകുട്ടിയോ ഒരു ജുമുഅക്ക് പങ്കെടുക്കാനോ ജമാഅത്തിന് പങ്കെടുക്കാനോ ഒരു പള്ളിയിലേക്കും പുറപ്പെട്ടു പോയതായി ഞാനൊട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. ജുമുഅക്ക് പങ്കെടുക്കാൻ വേണ്ടി അവർ പോയിട്ടില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി അവർ പോയിട്ടില്ല. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസ് എന്ന സ്വന്തം കിതാബിൽ പറയുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് കുറെ വിശദീകരിച്ചിട്ട് ശാഫി
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് പുണ്യമുള്ള ധർമ്മം ചെയ്യാൻ ഭാര്യമാരോട് പറഞ്ഞില്ലേ? അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വന്തം ഭാര്യമാരെയും പെൺകുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ജമാഅത്തിന് അയച്ചില്ലല്ലോ. എന്നിട്ട് ശേഷം പറയുന്നു, അതേ അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബത്ത് അവരേത് പുണ്യകാര്യവും അവരെ ഭാര്യമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ, ഭാര്യമാരോട് കൽപ്പിച്ചതല്ലേ. മുസ്ലിമീങ്ങളിൽ കഴിഞ്ഞുപോയ ഒരൊറ്റ സഹാബിയെയും ഒരു താബീനെയും അതേ സലഫു സാലിഹീകളായ മുൻഗാമികളിൽ ഒരൊറ്റ മഹാനെയും അമറഹദം മിൻ നിസായിലിതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, ഒരു ജമാഅത്തിനോ ജുമുഅക്കോ പോകാൻ, ഒരു ജമാഅത്തിനോ ജുമുഅക്കോ പോകാൻ ഒരു സഹാബിയും അവരുടെ ഭാര്യമാരോടോ പെൺകുട്ടികളോടോ കൽപ്പിച്ചതോ പറഞ്ഞതോ സമ്മതം കൊടുത്തതോ ഞാൻ കാണുന്നില്ല. ശഫീഇമാം തങ്ങൾ പറയുന്നു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളൂൻ, എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നതിലുണ്ടെങ്കിൽ ലഅമറൂഹുന്ന ബിഹി വലാദിനൂ ലഹുന്ന ഫീഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പെണ്ണുങ്ങളോട് ജുമഅക്ക് പോകാൻ പറയുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു. അത് നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു പുണ്യവും സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നതിലില്ലേ ഇല്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണയിട്ട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകൾക്ക് അവർക്ക് ഇബാദത്ത് എടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം അത് ഖൈറു ബുയൂതിഹിന്ന, അവരുടെ റൂമിന്റെ ഉള്ളുകളാണ്, വീട്ടിന്റെ ഉള്ളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സ്വീകാര്യോഗ്യമായ നിലക്ക് പഠിപ്പിച്ച ഹദീസാണ്. അറിയാമല്ലോ, നബി തങ്ങളെ സമീപത്ത് വന്നൊരു പെണ്ണ്, അതേ ഉമ്മു ഹുബൈബിന് സഈദ് റളിയല്ലാഹു അൻഹാ, നബിയെ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകളൊക്കെ വന്ന് തങ്ങളെ തുടർന്ന് നിസ്കരിക്കുമ്പോ അതെത്ര വലിയ മഹാന്മാര് പങ്കെടുക്കുന്ന ജമാഅത്താണ്. അതിന്റെ പുറമെ 1,00,000 ഇരട്ടി കിട്ടുന്ന പള്ളിയല്ലേ മസ്ജിദുൽ മദീന. അവിടെ തങ്ങളല്ലേ ഇമാമത്ത് നിൽക്കുന്നത്. തങ്ങളെ കൂടെ നിസ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് ആശയുണ്ട് നബിയെ. ഇന്നീ യുഹിബ്ബു സലാത്ത മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കൂടെ നിസ്കരിക്കാൻ ഞാൻ താൽപര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് ഖൈറ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഇബ്നു കസീർ അടക്കം അത് സ്വീകാര്യോഗ്യമെന്നല്ലേ പറഞ്ഞത്. വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറെന്ന് പറഞ്ഞ ഹദീസ് സഹീഹല്ലേ. മുഴുവൻ ഇമാമികളും സഹീഹെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും സ്ത്രീകളോട് വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് നിസ്കരിക്കാനാ പറഞ്ഞത്. പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല, ജമാഅത്തിന് പോകാൻ പറഞ്ഞിട്ടില്ല. അത് പടച്ച റബ്ബ് അവർക്ക് ചെയ്തൊരു ദയാണ്, ഔദാര്യമാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ് എന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഒരു വിഷയം പറഞ്ഞു. അതെന്താണ്? നിങ്ങളെ കുടുംബ ബന്ധം തകരാൻ പാടില്ല, നിങ്ങളെ വൈവാഹിക ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാൻ പാടില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉരസിപ്പോകാൻ പാടില്ല. എങ്ങനെ? ഭാര്യയും ഭർത്താവും തമ്മിൽ കൊമ്പ് കോർക്കാൻ പാടില്ല, കൊമ്പ് കോർക്കാൻ പാടില്ല. അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വാക്ക് പറഞ്ഞു. അതെന്താണ്? ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ്. പടച്ചവന്റെ അടിമ സ്ത്രീകളാണ് സ്ത്രീകള്, നിങ്ങളെ ഭാര്യമാര്, നിങ്ങളെ കസ്റ്റഡിയിലുള്ള സ്ത്രീകള്. ആ സ്ത്രീകൾക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളി തടയരുതേ, അള്ളാന്റെ പള്ളി തടയരുതേ എന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ പറയുന്നത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കാര്യം ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞാലേ സുന്നത്ത് ജമാഅത്താകൂ.
മുജാഹിദ് ഒരു ഭാഗം മൂടി വെച്ചിട്ട് പകുതി പറഞ്ഞു. ഞാനത് തീർത്തും പറയുകയാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ് എന്ന് നബി തങ്ങൾ പറയുന്നതിന് മുമ്പ് പറഞ്ഞ വാചകം എന്താണ്? സ്ത്രീകൾക്ക് നിങ്ങൾ അള്ളാന്റെ പള്ളി തടയരുതേ. ആരോടായത് പറഞ്ഞ്? പെണ്ണുങ്ങളോടല്ല, ആണുങ്ങളോടാണ്. തടയരുത് എന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം? ശാഫി ഇമാം റളിയല്ലാഹു എന്ന് പറയുന്നു, അതിന്റെ ഒരർത്ഥം ശാഫി ഇമാം പറയുന്നു, മക്കയിൽ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിനും ഉംറക്കും പോകുന്നത് നിങ്ങൾ തടയരുതേ. കാരണം സ്ത്രീകൾ ഒരു മോശക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് പള്ളിയിൽ കയറിക്കൂടാത്ത എന്തോ ഒരു താഴ്മ അവർക്കുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. അവർക്ക് അങ്ങനെ ഒരു കുറച്ചലോ ഒരു മോശവും പെണ്ണുങ്ങൾക്കുള്ളത് കൊണ്ടല്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി. അവിടെ തന്നെ പെണ്ണുങ്ങൾക്ക് കയറി തവാഫ് ചെയ്യാം. അവര് ഹജ്ജിന് പോയാൽ അവിടെ കയറണം, തവാഫ് ചെയ്യണം. അതുപോലെ മദീനയിൽ നബിതങ്ങൾ അവർ സിയാറത്ത് ചെയ്യണം. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞതിനർത്ഥമില്ല. ജുമാ ജമാഅത്തിന് വേണ്ടി നബിതങ്ങളെ ഭാര്യമാരെയും പെൺകുട്ടികളെയും റസൂലുള്ള പറഞ്ഞേച്ചിട്ടില്ല, സഹാബത്ത് പറഞ്ഞേച്ചിട്ടില്ല. അതുകൊണ്ട് അവർ അത് പോകുന്നതിനൊരു പുണ്യവുമില്ല. സഹാബത്ത് സമ്മതം കൊടുത്തിട്ടില്ല. ശാഫി ഇമാം പറയുന്നു, അതേസമയത്ത് പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാതെ അങ്ങനെ ഒരു നിയമമില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയല്ലേ മക്കത്തെ പള്ളി. അവിടെ തന്നെ തവാഫിന് വേണ്ടി ഹജ്ജിനും ഉംറക്കും പോകുമ്പോ അവര് കയറുമ്പോ നിങ്ങൾ തടയരുതേ. അതാണ് ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ മോശമാക്കിയതല്ല അള്ളയും അള്ളാന്റെ റസൂലും സഹാബത്തും ഇമാമികളും നിങ്ങളെ മോശമാക്കിയതല്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി തന്നെ നിങ്ങൾക്ക് തവാഫിന് കയറാൻ അനുമതിയുണ്ട്. അതേസമയത്ത് അയലുള്ള സമയത്ത് സ്ത്രീകൾ പള്ളി കയറാൻ പാടില്ല. അതുപോലെ ജനാപത്തുള്ളപ്പോ പുരുഷന്മാർക്കും കയറാൻ പാടില്ല. കുളിച്ചിട്ടേ പറ്റുള്ളൂ, ശുദ്ധിയായിട്ടേ പറ്റുള്ളൂ. അത് വേറെ നിയമം നമ്മളെ മദ്രസയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു വ്യാഖ്യാനം ആ ഹദീസിന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ്. അതിന് വേറൊരു വ്യാഖ്യാനം പറഞ്ഞു. ആ വ്യാഖ്യാനമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യാഖ്യാനം. എന്താണത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭാര്യ ആതിക ബീബി റളിയല്ലാഹു അൻഹാ സുബഹി നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിനും പള്ളി പോയാൽ എനിക്ക് ജമാഅത്ത് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി ആ മഹദി പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. കാരണം എന്താ? സുബഹിക്കും ഇശായിലുള്ള പ്രത്യേകത ഇന്നത്തതുപോലെ സ്ട്രീറ്റിലേക്കുള്ള കാലമല്ല. ഇശായിനും സുബഹിക്കും കൂരിരുട്ടല്ലേ. ആ ഇരുട്ടിപ്പോമാരും കാണൂലല്ലോ. ഈ ഇരുട്ടിപ്പോമാരും കാണൂലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിക്കുന്ന കാലമല്ലേ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ തെമ്മാടികളുള്ള കാലമല്ല, പൂവാലന്മാരുള്ള കാലമല്ല, സഹാബത്ത് ജീവിക്കുന്ന കാലമല്ലേ, നല്ല കാലമല്ലേ.